ഷാർജയിൽ മലയാളി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ ശ്രമമെന്ന ആരോപണം. ഷാർജയിൽ ബിസിനസ് നടത്തുന്ന കാസർഗോഡ് സ്വദേശി ബഷീർ അബ്ദുൽ ഖാദറിനെതിരെ ഒരു സംഘം മലയാളികൾ വ്യാജ പരാതി നൽകിയെന്നാണ് ആരോപണം. ഷാർജയിൽ മൊബൈൽ ഫോൺ ബിസിനസ് നടത്തുന്ന കാസർഗോഡ് സ്വദേശി ബഷീർ അബ്ദുൽ ഖാദറിനെതിരെയാണ് ഒരു സംഘം മലയാളികൾ വ്യാജ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ബഷീർ അബ്ദുൽ ഖാദർ മാഹി സ്വദേശിയായ നൌഫലിന്റെ ഉടമസ്ഥതയിലുള്ള ഫോൺ കോസ്റ്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് മൊബൈൽ ഫോണിന്റെ മൊത്ത വ്യാപാരം നടത്തി. 2 ലക്ഷം ദിർഹത്തിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് നൽകിയാണ് മൊത്ത വ്യാപാരത്തിന്റെ ഇടപാട് നടത്തിയത്. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് സീൽ പതിച്ച മൊബൈൽ ഫോണുകളാണ് ബഷീർ അബ്ദുൽ ഖാദറിന് ലഭിച്ചത്. വ്യാജ ഉൽപ്പന്നങ്ങളാണ് ലഭിച്ചതെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ബഷീർ അബ്ദുൽ ഖാദർ ചെക്ക് മരവിപ്പിക്കാൻ ബാങ്കിൽ അപേക്ഷ നൽകി. വ്യാജ സീൽ പതിച്ച ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുത്ത് പുതിയവ നൽകിയാൽ മാത്രമേ പണം നൽകൂ എന്ന നിലപാട് സ്വീകരിച്ചതോടെ തനിക്കെതിരെ നൌഫൽ വ്യാജ പരാതികളുമായി രംഗത്തെത്തിയെന്ന് അബ്ദുൽ ഖാദർ പറയുന്നു. 5 ലക്ഷം ദിർഹത്തിന്റെ തട്ടിപ്പ് നടത്തിയെന്ന് മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയകൾ വഴിയും നൌഫൽ കള്ളപ്രചരണം നടത്തുകയാണെന്ന് കാണിച്ച് ഷാർജയിലെ മലയാളി നിയമവിദഗ്ധനായ സലാം പാപ്പിനിശ്ശേരി മുഖേന കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബഷീർ അബ്ദുൽ ഖാദർ. കസ്റ്റമർ വിളിച്ച ആ സാധനം ഒറിജിനൽ അല്ല, റീപാക്ക് സാധനം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് വിളിച്ച് പറയുകയും ആ സാധനം റിട്ടേൺ വരുന്നുണ്ട്, സാധനം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. സാധനം വന്നതിന് ശേഷം മാറ്റിത്തരാമെന്ന് പറഞ്ഞെങ്കിലും അവസാനം ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ ഇടുകയായിരുന്നു ചെയ്തത്. എന്നാൽ നമ്മൾ ചെക്ക് മുമ്പേ ബ്ലോക്ക് ചെയ്തിരുന്നു. ഞാൻ സ്ഥാപനത്തിലേക്ക് വരാൻ പാടില്ല, സ്ഥാപനം ഒഴിയണോ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അനിയന്മാരോട് ഭീഷണിപ്പെടുത്തുകയും ഞാൻ സ്ഥാപനത്തിൽ വന്ന കേസ് കൊടുക്കും, അതേമാതിരി നാട്ടിൽ പോയാൽ നാട്ടിലും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയായിരുന്നു. അതായത് അവരുടെ ഉദ്ദേശം നമ്മൾ അവിടെ നിന്ന് നമ്മൾ ബിസിനസ് ഇല്ലാതാക്കുന്നതായിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനു പുറമെ വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിച്ചതിനും നൌഫലിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ബഷീർ അബ്ദുൽ ഖാദർ. റിപ്പോർട്ടർ, ഷാർജ.